എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അബി മാളവികയെ കൂട്ടി ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. പോകുന്നതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് മാളവിക, എങ്ങോട്ടാണ് അബി നമ്മൾ പോകുന്നത്, അബി സാറിന് നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറയാം, എൻ്റെ കൂടെ വരാൻ മാളവികയ്ക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ മാളവിക പറയുവാണ്, കഴിഞ്ഞ ദിവസം ഡേവിഡ് സാറ് ഒരു സ്റ്റാഫിനെ ഇട്ട് ഫയർ ചെയ്യുന്ന കണ്ടു, അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് എന്ന്. അന്നേരം അതെന്താ അങ്ങനെ എന്ന് അബി ചോദിക്കുമ്പോൾ മാളവിക പറയുവാണ്, അല്ല എനിക്കറിയാലോ ഡേവിഡ് സാറിന് അവിടെ വലിയ അധികാരങ്ങളൊന്നും ഇല്ലയെന്ന്, എന്നിട്ടും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം അതിനേക്കാൾ അധികാരമുള്ളത് അബിസാറിനല്ലേ അവിടെ. ശരിക്കും അബിസാർ ആരാ? അബിസാറാണോ ഈ കമ്പനിയുടെ MD? എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് മാളവിക. അന്നേരം അബി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് എന്നോട് ഞാനാണോ ആ കമ്പനിയുടെ MD എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല എങ്കിൽ എനിക്ക് ആ സ്പോട്ടിൽ അല്ലെന്ന് പറയാലോ. പക്ഷേ അങ്ങനെയല്ല, ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് മാളവികയോട്, പിന്നെ പറയാം എന്ന് പറയുന്നു. അന്നേരം എനിക്ക് ശരിക്കും അറിയാം സാറിന് എന്തോ ബന്ധമുണ്ട് ആ കമ്പനിയായിട്ടെന്ന്. ഈ കമ്പനിയുടെ ശരിക്കും ഓണറുമായിട്ട് സാറിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? സാറിൻ്റെ അച്ഛനാണോ ഈ കമ്പനിയുടെ MD എന്നൊക്കെ ചോദിക്കുവാണേ, ഓണർ എന്ന് ചോദിക്കുക. അന്നേരം ഇത് കൊള്ളാലോ മാളവികയെ, മാളവിക ഇതുപോലുള്ള ഐഡിയാസ് വെച്ച് തന്നെയാണ് ഡിസൈൻസും വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഇതുപോലുള്ള ആശയങ്ങളൊക്കെ വരുന്നത്. ഇതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നു. പക്ഷേ മാളവികയ്ക്ക് അറിയാലോ നാഗേന്ദ്രൻ അബിയുടെ അച്ഛനാണ് എന്നുള്ള കാര്യം. ഏതായാലും അങ്ങനെ അവർ സംസാരിച്ച് ഈ പറയുന്ന നാഗേന്ദ്രൻ്റെ ആ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിലേക്ക് ചെല്ലുവാണ്. അവിടെ പോയി വണ്ടി ഇറങ്ങി കഴിയുമ്പോൾ മാളവിക ചോദിക്കും, എന്തിനാ സാർ നമ്മൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പം ഇവിടുത്തെ നല്ല ഫുഡ്, നമുക്ക് അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയും. അന്നേരം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, എനിക്കിങ്ങനെ ഹോട്ടലിലൊന്നും വന്ന് പരിചയമില്ല, അത് ശരിയുമല്ല എന്ന് പറയുമ്പം അതിനെന്താ, നമ്മളിവിടെ വന്നിരുന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിരിയുന്നു, അത്രയല്ലേ ഉള്ളൂ, അതിനെന്തിനാ പേടിക്കുന്നത്, മാളവിക എൻ്റെ കൂടെ വാ എന്ന് പറയും. അന്നേരം മാളവിക മനസ്സിലോർക്കുക, ഇവൻ്റെ മനസ്സിലുള്ളതൊക്കെ ഒന്ന് ചോർത്തിയെടുക്കണമെങ്കിൽ കൂടി ഇരുന്നല്ലേ പറ്റുള്ളൂ, സാരമില്ല പോയേക്കാം എന്ന് കരുതി പോവുകയാണേ. അവർ ഹോട്ടലിലോട്ട് കയറി ചെല്ലുന്നു. അന്നേരം മാളവിക പറയുന്നുണ്ട്, എനിക്കിങ്ങനെയൊക്കെ വരുമ്പം വല്ല പരിചയക്കാരും കണ്ടാലോ എന്ന് ഓർത്ത് ടെൻഷനാണ് എന്ന്. അന്നേരം അബി പറയും, അങ്ങനെ കണ്ടാലും എൻ്റെ പരിചയക്കാരല്ലേ കാണുള്ളൂ, അവർ കണ്ടെന്നോർത്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പം സാറിൻ്റെ വൈഫ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കും. അന്നേരം അബി പറയുവാണ്, അവളെ എനിക്ക് തീരെ ഇഷ്ടമല്ല, അവളെ എനിക്ക് സ്വൈര്യം തരത്തില്ല, അതുപോലെ ഒരു സ്വഭാവമാണ്, എങ്ങനെയെങ്കിലും അവളിൽ നിന്ന് രക്ഷപ്പെടണം എന്നോർത്താണ് ഞാൻ ഇരിക്കുന്നത് തന്നെ, പിന്നെ ഒരു കുഞ്ഞുണ്ട്, അതെൻ്റെ ആണോ എന്ന് ദൈവം തമ്പുരാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുക. അന്നേരം ഒരു പുച്ഛം തോന്നുന്നുണ്ട് മാളവികയ്ക്ക് അബിയോട്, പക്ഷേ ഇവൻ്റെ മനസ്സിലുള്ളതൊക്കെ അറിയണമല്ലോ എന്നോർത്ത് കൂടെ പോകുന്നു. നേരെ ലിഫ്റ്റിലോട്ടാണ് കയറുന്നത്. അത് കഴിഞ്ഞ് മുകളിലത്തെ നില ചെല്ലുമ്പോൾ റൂമിലേക്കാണ് പോണേ. അന്നേരം മാളവിക ചോദിക്കും, ഇതെന്താ സാർ റൂമിലേക്ക് പോകുന്നത്, നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നു, അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്, അങ്ങനെയാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടെ വന്നത്, പക്ഷേ റൂമിലോട്ടൊന്നും ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ലെന്ന്, എനിക്കൊന്ന് ഫ്രഷ് ആവണം, അതിന് വേണ്ടിയാണ് എന്ന് പറയും. അന്നേരം ഇല്ല സാർ, ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും വന്നിട്ടില്ല, ഞാൻ വരികയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വാ മാളവിക എന്ന് പറഞ്ഞ് റൂം തുറന്ന് റൂമിലോട്ട് പിടിച്ച് കയറ്റുവാണ്. റൂമിൽ കയറിയതിന് ശേഷം മാളവിക പറയുന്നുണ്ട്, ഇതൊന്നും ശരിയല്ല സാർ, നമ്മൾ ആ റെസ്റ്റോറൻറ്റിലോട്ട് പോയി അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് തന്നെയാണ് നല്ലത്, ഇനിയിപ്പോൾ ഫ്രഷ് ആകണേ തന്നെ അവിടെയും വാഷ്റൂം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാമല്ലോ, അല്ലാതെ ഇതൊന്നും ശരിയല്ല, ഞാൻ അന്യപുരുഷന്മാരുടെ കൂടെ ഇങ്ങനെ ഹോട്ടലിലൊന്നും വരാറില്ല, വല്ല മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഹോട്ടലിൽ പോകും എന്നല്ലാതെ ഇതുപോലുള്ളതൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പം അബി ചോദിക്കും, ഞാൻ മാളവികയ്ക്ക് അന്യനാണോ എന്ന്. അപ്പോൾ അന്യൻ തന്നെയാണ് സാർ, എന്താ ഈ പറയുന്നത്, സാറിനൊരു ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, അതൊക്കെ മറന്നിട്ടാണോ, വല്ല ബീച്ചിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോ ഒക്കെ കൂടെ വരാമെന്നല്ലാതെ ഈ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ നിന്ന് തരില്ല എന്ന് പറയുവാണ്. അന്നേരം ഇതെന്താ മാളവിക നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, കുറച്ച് ആശ്വാസത്തിന് വേണ്ടി സമാധാനമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നത്, ഇവിടെ നമ്മളെ ശല്യം ചെയ്യാൻ ആരുമില്ല, ആ സമയത്ത് നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല, നിൻ്റെ ഭർത്താവോ എൻ്റെ ഭാര്യയോ ഇതൊന്നും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉപദേശിക്കുക. പക്ഷേ മാളവികയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ മാളവിക പറയുവാണ്, ഇല്ല സാർ, ഇതൊന്നും ഞാൻ സമ്മതിച്ചു തരികയില്ല, ഇത്രയും നേരം ഞാൻ മാന്യതയുടെ ഭാഷയിലാണ് സാറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇനി ആ മാന്യത വിട്ടുപോകും, അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അബി മാളവികയെ കയറി പിടിക്കും. ഇതെന്താ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും സാർ കൈവിടുക, അല്ലെങ്കിൽ എൻ്റെ ഭാഷ മോശമാകും എന്ന് പറയുമ്പം നിൻ്റെ ഭാഷ മോശമായാലും എനിക്ക് അതൊരു തലോടലൊക്കെ ആയിട്ട് തോന്നുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് റൊമാൻസ് ഒക്കെ കളിച്ച് ചെല്ലുവാണ്. പക്ഷേ മാളവിക പിടിച്ച് തള്ളിയിട്ട് ഓടിപ്പോയി വാതിൽ ഉറക്കാൻ തുടങ്ങും. പുറകെ അബി പോയി പിടിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ് എങ്കിൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നീ ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ മാളവിക സമ്മതിക്കുന്നില്ല, പിടിച്ച് തള്ളിയിട്ട് പിന്നെയും ഇറങ്ങി പോകാൻ തുടങ്ങുന്നു. അബി പിന്നെയും പിടിച്ച് വലിച്ച് റൂമിലേക്ക് ആകാൻ നോക്കുവാണ്. അന്നേരം സഹി ഇട്ടിട്ട് മാളവിക അബിയുടെ കാരണം തീർത്തൊരെണ്ണം കൊടുക്കും. എന്നിട്ട് പിടിച്ച് തള്ളിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ്. അന്നേരം തറയിലേക്ക് വീണുപോയ അബി അവിടുന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഓർക്കുന്നുണ്ട്, അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവരോടും പറഞ്ഞാലോ,
അതുകൊണ്ട് അതിനു മുമ്പ് അതിന് തടയിടണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഈ സമയം നാഗേന്ദ്രൻ്റെ ഗുണ്ടകൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർ മാളവികയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മാളവിക ഒരു ഓട്ടോയിൽ കയറിയാണ് തിരിച്ചു പോരുന്നത്. ആ ഓട്ടോയെ ഫോളോ ചെയ്ത് അവന്മാർ ചെല്ലുന്നു. ഓട്ടോയ്ക്ക് ക്രോസ് കയറ്റി കാറ് നിർത്തുകയും അതിൽ നിന്ന് മാളവികയെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അന്നേരം ഓട്ടോ ഡ്രൈവർ തടയാനൊക്കെ ചെല്ലുന്നുണ്ട്. അയാളെ ഭീഷണിപ്പെടുത്തിയാണ് മാളവികയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ സമയം നവ്യ വീട്ടിലുണ്ട്. നവ്യ ആകെ വിഷമത്തിലാണ്. മനസ്സിൽ ആകെ നിരാശ പടർന്നിരിക്കുന്നു. ആകെ വിഷമത്തോടെ ഇങ്ങനെ കണ്ണാടി നോക്കി നിൽക്കുക കേട്ടോ. ആ സമയമാണ് അഭി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് വന്നിട്ട് പറയുവാണ്, എടി എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ആ മാളവിക അവൾ നമ്മുടെ കമ്പനിയെ ചതിക്കുന്നുണ്ടോ എന്ന് അച്ഛനും ഡേവിഡ് സാറിനും ചെറിയൊരു സംശയം എന്ന് പറയുമ്പോൾ, നീ എന്നാ പറഞ്ഞത്? അച്ഛനോ? നിനക്ക് അച്ഛനുണ്ടോ? നീ എന്താ ഈ സംസാരിച്ചേ എന്നൊക്കെ ചോദിക്കുന്നത്. അച്ഛനോ? ഞാൻ അച്ഛനൊന്നും പറഞ്ഞില്ല, അച്ചായൻ എന്നാ പറഞ്ഞത് എന്ന് പറയും. അന്നേരം അങ്ങനെയല്ല നീ പറഞ്ഞത്, അച്ഛനും ഡേവിഡ് സാറും എന്നാ പറഞ്ഞത്. ഞാൻ നന്നായിട്ട് കേട്ടതാ. ഇതിനു മുമ്പും നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം, ഇനിയിപ്പോൾ അത്തെ പിടിച്ച് തൂങ്ങുമൊന്നും വേണ്ട. എനിക്ക് ഏതായാലും നിലവിൽ അച്ഛനില്ല എന്ന് നിനക്കറിയാലോ. പണ്ട് ഒരാളുണ്ടായിരുന്നു, അയാളെ ഇവിടുത്തെ മുത്തശ്ശൻ തന്നെ അടിച്ച് പുറത്താക്കിയതാണ്. അയാളെ പറ്റി എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആ സംസാരം അവിടെ നിർത്താമെന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും മാളവികയെ പറ്റി പറയുവാണ്. മാളവിക അങ്ങനെ കമ്പനിയെ ചതിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ആ കമ്പനി കാണുകയില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം നവ്യ ചോദിക്കും, മാളവിക നല്ല ആത്മാർത്ഥമായിട്ടല്ലേ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്, പിന്നെ എന്തിനാ അവളെ സംശയിക്കുന്നതെന്ന് ചോദിക്കുമ്പം, അത് അങ്ങനെയൊന്നും അല്ല, എനിക്ക് നല്ല സംശയമുണ്ട്, എനിക്ക് മാത്രമല്ല ഡേവിഡ് സാറിനും. അതുകൊണ്ട് അവൾ നമ്മുടെ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബജീവിതവും തകർക്കാൻ ശ്രമിക്കും. അങ്ങനെ പലതും അവൾ പറഞ്ഞു പരത്തും. അതൊന്നും നീ വിശ്വസിച്ചേക്കരുത് എന്നൊക്കെ പറയുമ്പം, നമ്മൾ തമ്മിലുള്ള ബോണ്ട് തകർക്കാൻ ഈശ്വരന് പോലും സാധിക്കില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. അത് അവർക്കറിയാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് അതോർത്ത് അഭി പേടിക്കണ്ട എന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അഭി അങ്ങ് പോയി കഴിയുമ്പം നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാടാ. നിൻ്റെ ഇംഗിതങ്ങൾക്ക് നിൻ്റെ ഇഷ്ടങ്ങൾക്ക് മാളവിക നിന്ന് തന്നു കാണിയല്ല. അതുതന്നെയാണ് നിൻ്റെ പ്രശ്നം, അതെനിക്കറിയാം എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട്. അതുപോലെ അഭി എടുത്ത് പറയുന്നുണ്ട്, ഈ മാളവിക ഇതിനു മുമ്പ് മൂർത്തി ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആദർശ് പറഞ്ഞിട്ടാണ് അവൾ അങ്ങോട്ട് വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ നമ്മളെ കമ്പനിയെ തകർത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക്. ഏതായാലും അഭി അങ്ങ് പോകുന്നു. ഇച്ചിരി സംശയത്തോടെ നോക്കി നിൽക്കുന്ന നവ്യയും കാണിക്കുന്നു. പിന്നീട് മാളവികയെ തന്നെയാണ് കാണിക്കുന്നത്. മാളവികയെ കൊണ്ട് ഒരു ഗോഡൗണിൽ കെട്ടി ഇട്ടേക്കുവാണ്. അങ്ങോട്ടേക്ക് ഡേവിഡ് വരും. എന്നിട്ട് ഡേവിഡിനെ കാണുമ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് മാളവിക, സാർ ഇതെന്താ ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, നീ ഞങ്ങളെ ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. നീ ശരിക്കും ഒരു ചാരപ്പണിയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ എതിരാളികളുടെ കഴിവ് വെച്ചല്ലേ നീ ഞങ്ങളുടെ മുമ്പിൽ ഷൈൻ ചെയ്തുകൊണ്ടിരുന്നത്. നിനക്ക് ഡിസൈൻസൊക്കെ വരച്ച് തന്നത് നയനയല്ലേ എന്നൊക്കെ ഇങ്ങനെ 100 ചോദ്യങ്ങൾ വരുവാണ്. അന്നേരം മാളവിക പറയും, അല്ല ഞാനൊരു ഡിസൈനറാണ്, ഞാൻ തന്നെയാണ് അത് വരച്ചതെന്നൊക്കെ പറയുമ്പം, അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറയുന്നു. പിന്നെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഓരോന്ന് കരഞ്ഞ് പറയുന്നുണ്ട് മാളവിക. അപ്പോഴത്തേക്കും അങ്ങോട്ട് നാഗേന്ദ്രൻ വരുവേ. നാഗേന്ദ്രനെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണ് മാളവിക. കാരണം നാഗേന്ദ്രൻ്റെ ആ ഡ്രോയിങ് വരച്ച ചിത്രം കണ്ടിട്ടുള്ളതാണല്ലോ മാളവിക. അതുകൊണ്ട് ഇങ്ങനെ അതിശയിച്ച് നിൽക്കുമ്പോൾ മാളവികയോട് നാഗേന്ദ്രൻ പറയുവാണ്, ഞാനാണ് നാഗേന്ദ്രൻ, AM ജ്വല്ലറിയുടെ ഉടമസ്ഥൻ ഞാൻ തന്നെയാണ്. എന്നെയാണ് നിൻ്റെയൊക്കെ ആദർശ് അന്വേഷിച്ച് നടക്കുന്നത്. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ മരണം കാത്തു നിൽക്കുന്ന എതിരാളികളുടെ മുന്നിൽ മാത്രമേ ഞാൻ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതിന് കാരണം പിന്നീട് ഞാൻ ആരാണ് എന്നുള്ള രഹസ്യം പുറത്തു പോകരുത് എന്നത് തന്നെയാണ്. ഇപ്പം നിൻ്റെ ജീവൻ അവസാനിക്കാൻ പോവാണ്. നീ ഞങ്ങളെ ചതിച്ചു എന്നൊക്കെ പറയുമ്പോൾ മാളവിക പറയുന്നുണ്ട്, ഇല്ല സാർ ഞാൻ ചതിച്ചിട്ടില്ല, സാർ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നാഗേന്ദ്രൻ പറയുവാണ്, നീ ചതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങളത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് കാണിക്കുവാണ് ആദർശും മാളവികയും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ. അന്നേരം മാളവിക പറയും, ഞാൻ നിങ്ങളെ ചതിച്ചതൊന്നുമല്ല ഇത്, ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൂർത്തി ജ്വല്ലറിയിലാണ്. അപ്പോൾ ആദർശ് സാർ എന്നെ വിളിച്ചിട്ട് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പോയി കണ്ടു, കുറച്ച് സംസാരിച്ചു, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നീ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, കാരണം ഞാൻ ആരാണ് എന്നുള്ള സത്യം നീ മനസ്സിലാക്കി കഴിഞ്ഞു. അതുതന്നെ നിൻ്റെ ജീവൻ ഇനി മുന്നോട്ടില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് എന്ന് പറയും. എന്നിട്ട് ഡേവിഡിനോട് നമുക്ക് ഇവളുടെ ജീവനം കെടുത്താലോ എന്ന് ചോദിക്കുന്നു. ആയിക്കോട്ടെ എന്ന് ഡേവിഡ് പറയുമ്പം ഗുണ്ടകളോട് പറയുവാണ് കഴുത്തെ കയറ് കെട്ടി തൂക്കാൻ. അങ്ങനെ കയറ് കയറ്റിയിട്ടിട്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ മാളവിക പറയുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുവാണ്, കുടുംബവും കുട്ടിയും ഒക്കെയുള്ള നിനക്ക് മരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഞങ്ങളെ ചതിച്ച നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് ഇനി മരണം നീ സ്വീകരിച്ചോ, കൊടും കുറ്റവാളികളെ പോലെ തന്നെ നിന്നെ ഞങ്ങൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കഴുത്തെ കെട്ടിയേക്കുന്ന കയറ് വലിച്ച് പൊക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ പൊക്കം നിൽക്കുന്ന
ഗുണ്ടയുടെ മേത്തേക്ക് ഒരു ചാക്ക് വന്ന് വീഴുവാണ്. നോക്കുമ്പോൾ അത് ആദർശാണ്. ആദർശിനെ കാണുന്നത് നാഗേന്ദ്രൻ അവിടുന്ന് മുങ്ങും കേട്ടോ. പിന്നെ എല്ലാത്തിനെയും അടിച്ചൊതുക്കി അവിടുന്ന് മാളവികയും കൊണ്ട് പോരാൻ തുടങ്ങുന്ന ആദർശിനെ കാണിക്കുന്നു. അതിനു മുമ്പ് ഡേവിഡിൻ്റെ 2 ചവിട്ട് എക്സ്ട്രാ കൊടുത്തിട്ട് ഡേവിഡിനോട് പറയുന്നുണ്ട്, തൻ്റെ മുകളിൽ വേറൊരാളുണ്ട് എന്ന് എനിക്കറിയായിരുന്നു, അതുപോലെ താനൊക്കെ കൂടി മാളവികയെ അപായപ്പെടുത്തും എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾക്ക് പുറകെ എൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, ഇത്രയും പെട്ടെന്ന് നീയൊക്കെ ഇവളെ പൊക്കുമെന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും ഇതോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു ചവിട്ടും കൊടുത്തിട്ട് അവിടുന്ന് മാളവികയും കൊണ്ട് പോരാൻ തുടങ്ങുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.